അപ്പൊ നമ്മുടെ റിയാസ് സലീമിന് 8 പണിയാണ് കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ആശാന് ജയിലിൽ കുത്തിരുന്ന് ലിപ്സ്റ്റിക് ഇടാം. എന്തിനാണെന്നല്ല, ഇന്ത്യ പാകിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്ത് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചിരുന്നു. നമുക്ക് അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് കരാറായിട്ടുണ്ട് അല്ലെ? നല്ല കാര്യം. ഇനി അങ്ങോട്ട് രക്തച്ചൊരിച്ചിലൊന്നും ഇല്ലാതെ ഈ രീതിയിൽ കാര്യങ്ങൾ അവസാനിക്കുകയാണെങ്കിൽ അങ്ങോട്ട് അവസാനിക്കട്ടെ അല്ലെ? ഇതോടുകൂടെങ്കിലും പാകിസ്ഥാൻ ഒരു പാഠം പഠിക്കട്ടെ. ഇവിടെ പാകിസ്ഥാന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ രാജ്യം പരമദാരിദ്ര്യത്തിലൂടെ പോവുകയാണെങ്കിലും അതിനേക്കാളും യുവമാരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ എങ്ങനെയെങ്കിലും ചൊറിയാന്നുള്ളതാണ്. വർഷങ്ങളായി ഇവന്മാർ ഇതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. 2000 തൊട്ട് ഇങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് 6ാം തവണയാണ് പാകിസ്ഥാൻ ഭീകരന്മാർ ഇന്ത്യനെ ചൊറിയുന്നത്. അതിൽ 3 തവണ മിണ്ടാതിരുന്നു. ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, കലഹങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്ന് കരുതി അത് വളമായി കൊണ്ടുവർ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങി. പിന്നെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. 3 തവണ മാക്സിമം ആണ്. 3 തവണ എന്താക്കി ഇന്ത്യ തിരിച്ച് നല്ലോണം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്തു. അതോടെ അവന്മാർക്ക് തൃപ്തിയായി കാണുമെന്ന് വിചാരിക്കുന്നു. തൃപ്തിയാൽ അത്രയും നന്ന്. ഇനിയും ഇന്ത്യയെ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യമായി കണ്ടുകൊണ്ട് പ്രതികരിക്കുമെന്നുള്ളതാണ് ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. അല്ല, എങ്ങനെ ചൊറിയുമ്പോൾ മിണ്ടാതിരിക്കുന്നതിന് ഒരു പരിധി ഉണ്ടല്ലോ. എന്തായാലും കാര്യങ്ങൾ യുദ്ധത്തിലേക്കൊന്നും എത്താതിരിക്കട്ടെ, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. റിയാസ് സലീം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് റിയാസ് സലീം തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഏതോ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽ നിന്നുള്ള ഒരു ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ആക്രമണത്തിൽ സാധാരണക്കാരായിട്ടുള്ള 2-3 പാകിസ്ഥാനികൾ കൊല്ലപ്പെട്ടു എന്നുള്ള രീതിയിൽ. അതിന് പിന്നാലെ ഒരു അടിക്കുറിപ്പും കൊടുത്തു. ഇങ്ങനെ പാവങ്ങളെ കൊന്നൊടുക്കിയിട്ട് എന്ത് കാര്യം എന്നുള്ള രീതിയിൽ. ഇത് കാണുന്ന നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികൾ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ല മൂട്ടിൽ കയറി പണി കൊടുത്ത് തലങ്ങും വിലങ്ങും റിയാസ് സലീമിന് തെരുവിൽ കേൾക്കാൻ തുടങ്ങി. അതിന്റെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ റിയാസ് സലീമിനെതിരെ റിയാക്ട് ചെയ്തും രംഗത്ത് വരാൻ തുടങ്ങി. അതിൽ സനൂപ് എന്ന് പറയുന്ന ഒരുത്തൻ ചെയ്ത വീഡിയോക്ക് 2 മില്യൺ വ്യൂസും കയറി. ഇത് കണ്ട റിയാസ് സലീമിന് അങ്ങോട്ട് പൊളിഞ്ഞു കയറാൻ തുടങ്ങി. അങ്ങനെ എന്റെ പേരും വെച്ച് ഒരുത്തൻ റീച്ച് ഉണ്ടാക്കേണ്ട എന്നായി റിയാസ് സലീം. അങ്ങനെ റിയാസ് എന്താക്കി ഭീഷണിയുമായി സനൂപ് എന്ന് പറയുന്നവന് മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഞാൻ വായിച്ചുതരാം. യൂസിങ് മൈ നെയിം ഈസ് ദ ഈസിയസ്റ്റ് വേ ഓഫ് യു ടു ഹിറ്റ് ദാറ്റ് 1 മില്യൺ വ്യൂസ് മാർക്ക് എവറി ടൈം. ഗോ അഹെഡ്, മിൽക്ക് ഇറ്റ്, ദാറ്റ്സ് all you have got. But the moment you cross the line into or any else, you just know there will be consequences. You clearly have no shame using someone's dignity for reach, and indeed I will be filing a cyber complaint against you. Feel free to use this message too. I am sure you will find a way to feed off my fame again. At the end of the day, അങ്ങനെയെങ്കിലും 4 ആൾ കാണട്ടെ. എന്തായാലേ ആച്ചാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. എന്റെ പേരും വെച്ച് നീ 1 മില്യൺ വ്യൂസ് അടിക്കുമല്ലടാ. ഇനി മേലാൽ എന്റെ പേരും വെച്ച് വീഡിയോ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ അതിന് അനന്തരഫലം നീ അനുഭവിക്കും. ഞാൻ നിനക്കെതിരെ സൈബർ കേസ് കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്ന ആശാൻ. എന്തായാലും ആശാൻ ഇവിടെ നല്ല രീതിയിൽ പൊള്ളി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, സ്വാഭാവികം. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് റിയാസ് ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നിന്റെ പേരും വെച്ച് ആ പയ്യനൊരു വീഡിയോ ചെയ്തിട്ട് അവന് 1 മില്യന് മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിന്റെ കഴിവുകേട് കൊണ്ടാണെന്ന് ആദ്യം മനസ്സിലാക്കണം റിയാസ്. കാരണം അത്രയും ആളുകൾ നിന്നെ വെറുക്കുന്നുണ്ട്. ഇപ്പൊ ആ പയ്യൻ ചെയ്ത വീഡിയോയുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് പോലും കാണാൻ സാധിക്കില്ല. ഫുള്ള് നിന്നെ തെറി പറഞ്ഞിട്ടുള്ള കമന്റ് ആണ്. കാരണം ആളുകൾക്ക് അത്രയും നിന്നോട് ഫ്രസ്ട്രേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് നിനക്കെതിരെ ഒരുത്തൻ സംസാരിച്ച സമയത്ത് ആ സംസാരിച്ചവന് ഇത്ര സപ്പോർട്ട് കിട്ടാൻ കാരണം. അതിനെങ്കിലും മനസ്സിലാക്കി നീ സ്വയം മാറാൻ ശ്രമിച്ചാൽ നിനക്ക് നന്ന്. ഇല്ലെങ്കിൽ നിനക്കെതിരെ സംസാരിക്കുന്നവർക്കൊക്കെ നല്ല സപ്പോർട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന് നീ എത്ര ചൊറിഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. എന്തായാലും തനിക്കെതിരെ വീഡിയോ ചെയ്തവനോട് കേസ് കൊടുക്കുമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്താൻ പോയ റിയാസ് സലീമിനെതിരെ കേസ് വന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇന്ത്യ പാകിസ്ഥാൻ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഒരു ലേഡി ഇപ്പോ റിയാസ് സലീമിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസ് കൊടുത്ത ലേഡിയുടെ ഒരു വോയിസ് റെക്കോർഡ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു 3 മിനിറ്റോളം വരുന്ന ഒരു വോയിസ് റെക്കോർഡാണ്. നിങ്ങൾ അന്ന് കേട്ട് നോക്കി, എന്നിട്ട് ബാക്കി ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എന്റെ ഫ്രണ്ട് അവളെ എനിക്ക് റിയാസിന്റെ സ്റ്റോറി ഇങ്ങനെ അയച്ചു തരുന്നത്. അവനെന്ത് ഇങ്ങനെ റിയാക്ട് ചെയ്തത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു. ഞാൻ ആദ്യം ഷോക്കായിപ്പോയി. എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമെന്റില് ഞാൻ ഒട്ടും പ്രൗഡല്ല, ഐ എം നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ്, അതായത് പാക് ചാനലുകളിൽ വന്നിട്ടുള്ള 10-15 പേര് മരിച്ചു, അതിൽ 2 കുട്ടികളുണ്ട്, ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യം പറയുന്നു. അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഒരു ചാനലിൽ ഒരു ന്യൂസ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അതെങ്ങനെ വെരിഫൈഡ് ആവുക? അത് UN ആരും ഇവര് പ്രസ് മീറ്റ് ഒന്നും വെച്ച് ഞങ്ങളുടെ ആൾക്കാരെ മരിച്ചു പോയതെന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് പ്രത്യേകം കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ട് അതിന്റെ താഴെ ഞാൻ ഒട്ടും പ്രൗഡല്ല, മരിച്ചുപോയത് ആരൊക്കെയായിരുന്നു ആ സമയത്ത്? ഏറ്റവും വലിയ ഭീകരവാദിയായ നമ്മുടെ താജ് ഹോട്ടലിലെ അതിന്റെ എല്ലാത്തിന്റെയും പിന്നിലെ ഭീകരപ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ 10ഓളം ആൾക്കാരെ മരിച്ചു. ഒരു ഭീകരവാദിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്താ പറയാ പുണ്യാവന്മാരായിരിക്കും, അവരും ടെററിസ്റ്റ് തന്നെ ആയിരിക്കും. അവര് മരിച്ചതിന് ഇവന് വലിയ സങ്കടം. അത് കണ്ടപ്പോ എനിക്ക് അങ്ങ് സഹിച്ചില്ല.
പിന്നെയും ഞാൻ പറഞ്ഞു നോക്കി അവനോട്, ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം, ഇതല്ല അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി. അപ്പോഴാണ് അവൻ ഒരു സ്റ്റോറി വീഡിയോ ആയിട്ട് ഇട്ടത്. എന്റെ 2 കാര്യങ്ങൾ ഒന്നിച്ച് പറയുകയാണ് ചെയ്തത്. ഫിൽറ്റർ ഇട്ടാൽ നിങ്ങൾക്കൊക്കെ ചൊറിയുമല്ലോ, അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി ഇട്ടു. അതിനൊപ്പം പറഞ്ഞു എനിക്ക് തന്നെ ഇതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ എന്തെല്ലാം മുഖ്യം അവന്റേതായ രീതിയിൽ അവൻ പറഞ്ഞ് ഇതാക്കി. അത് കഴിഞ്ഞ് പിന്നെ അവന് കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോ അവൻ ലാസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടു. അതവൻ ഇട്ട് ഒരു വിത്തിൻ സെക്കൻഡ്സ് ഓർ വിത്തിൻ മിനിറ്റ്സ് ആണ് അത് ഡിലീറ്റ് ചെയ്തു. എനിക്കത് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റിയത്. അവൻ പറഞ്ഞത് നിങ്ങളുടെ എല്ലാം മൂട്ടിൽ വന്നൊരു ബോംബ് പൊട്ടുമ്പോഴേ നിങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ, ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടു. അത് കണ്ടപ്പോ എനിക്ക് നല്ലോണം ദേഷ്യം വന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോ ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രാജ്യദ്രോഹമാണെന്നുള്ളത്. അപ്പോ അത് കംപ്ലൈന്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി. പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല, അത് കുറച്ച് ലേറ്റ് ആവുന്ന കണ്ടപ്പോൾ ഞാൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലേക്ക് ഒരു ഇമെയിൽ അയച്ചു. ഈ കംപ്ലൈന്റ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു. ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നോക്കാം, നമുക്ക് കുറച്ച് ടൈം എടുക്കും. എന്നാലും ഇങ്ങനെയുള്ളവരെയൊന്നും വെറുതെ വിടാൻ പാടില്ല. ഇവർക്ക് എന്ത് വേണമെങ്കിലും സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയാനുള്ള തോന്നലുള്ള ആൾക്കാർ. ഇങ്ങനെയുള്ളവരൊന്നും വെറുതെ വിടാൻ പാടില്ല. ഓക്കെ, ഈ വോയിസിൽ ചെറിയൊരു വ്യക്തത കുറവുണ്ട്. എന്തായാലും പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, അതായത് പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ തിരിച്ചടിയിൽ 2-3 സാധാരണക്കാരായിട്ടുള്ള പാകിസ്ഥാൻ കൊല്ലപ്പെട്ടു എന്നുള്ള ഫേക്ക് ന്യൂസ് റിയാസ് സലീം ഷെയർ ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് റിയാസ് സലീമിന് എതിർപ്പുകൾ വന്ന സമയത്ത് റിയാസ് സലീം എന്താക്കി, അതിൽ പ്രവോക്കഡ് ആയിക്കൊണ്ട് അടുത്ത സ്റ്റോറി അങ്ങോട്ട് എന്താണത്, നീയൊക്കെ നോക്കിയിരുന്നോ, നിന്റെ മൂട്ടിലൊക്കെ ബോംബ് വന്ന് വീഴുമ്പോൾ നീയൊക്കെ പഠിക്കും, ഐ എം വെയിറ്റിംഗ് എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്റ്റോറി ഡിലീറ്റ് ആക്കി കേട്ടോ. എന്തായാലും ആദ്യം ഒരു ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്തു. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സ്റ്റോറിയും കൂടി കണ്ടതോടുകൂടിയാണ് ഈ കേസ് കൊടുത്ത ലേഡിക്ക് അങ്ങ് പൊളിഞ്ഞു കയറിയത്. അങ്ങനെ ഇവരെന്താക്കി, സൈബർ സെല്ലിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പക്ഷെ ഇവിടുത്തെ സൈബർ സെല്ലാണല്ലോ, സമയമെടുക്കുമെന്ന് മനസ്സിലാക്കി ഇവരെന്താക്കി, നേരെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഒരു ഇമെയിൽ അയച്ചു, റിയാസ് സലീമിന്റെ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അത് ഫോർവേഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ലേഡി പറയുന്നത്. മിക്കവാറും ഇവിടെ റിയാസ് സലീം പെടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പലരും പല സ്ഥലത്തും വീഡിയോ ചെയ്യുന്നതായി കണ്ടു. പലരും പറയുന്നത് റിയാസ് സലീം ചോറ് ഇവിടെ തിന്നിട്ട് പാകിസ്ഥാനോടാണ് കൂറെന്നൊക്കെയാണ്. അതൊക്കെ ഒരുമാതിരി കയ്യടി കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ച് പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ കയ്യടി കിട്ടാൻ വേണ്ടി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് സംസാരിക്കണമല്ലോ. ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ റിയാസ് സലീമിന് 2 രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിനോടും രക്തം ചെയ്യുന്നതിനോടൊന്നും താല്പര്യമില്ല. മാത്രമല്ല യുദ്ധം വന്നു കഴിഞ്ഞാണെങ്കിൽ അത് സാധാരണക്കാരെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുമെന്നുള്ള പേടിയും റിയാസ് സലീമിനുണ്ട്. റിയാസ് സലീമിന് വേണമെങ്കിൽ അത് ഡയറക്റ്റ് ആയി സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കാമായിരുന്നു. 2 രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ രക്തം ചൊരിയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഇത് യുദ്ധത്തിലേക്ക് എത്തരുത്, യുദ്ധത്തിലേക്ക് എത്തിക്കഴിഞ്ഞാണെങ്കിൽ അത് സാധാരണക്കാരെ ബാധിക്കും എന്നുള്ള രീതിയിൽ റിയാസ് സലീമിന് അങ്ങ് സ്റ്റോറി ഇട്ടാൽ മതി. അങ്ങനെയായിരുന്നു റിയാസ് സലീം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോ റിയാസ് സലീമിന് കിട്ടുന്ന തെറിക്ക് പകരം കയ്യടി കിട്ടിയേനെ. പക്ഷെ റിയാസ് സലീം അതിന് പകരം ഇവിടെ ചെയ്തെന്താണ്, എവിടുന്ന് ഇന്ത്യൻ അറ്റാക്കിൽ കുറച്ച് സാധാരണക്കാരായിട്ടുള്ള പാകിസ്ഥാൻകാർ മരിച്ചു എന്നും പറഞ്ഞുകൊണ്ടുള്ള ഫേക്ക് ന്യൂസ് അങ്ങ് സ്വന്തം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഷെയർ ചെയ്തു. എന്നിട്ട് അതിന് താഴെ ഇങ്ങനെയൊക്കെ എന്തിനാണ് ആളുകളെ കൊന്നൊടുക്കുന്നതെന്നൊരു ക്യാപ്ഷനും കൊടുത്തു. ശരിക്കും ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തത് വളരെ വലിയ തെറ്റ് തന്നെയാണ്. ഈ രീതിയിലല്ലായിരുന്നു തന്റെ നിലപാട് റിയാസ് സലീം പ്രകടിപ്പിക്കേണ്ടിയിരുന്നത്. ഇതൊക്കെ കാണുന്ന ഏതൊരു ഇന്ത്യക്കാരനാണ് പൊളിഞ്ഞു കയറാതിരിക്കുക, നിങ്ങൾ തന്നെ പറ. നല്ല രീതിയിൽ തന്നെ റിയാസിനെ സൈബർ അറ്റാക്ക് ചെയ്തു. റിയാസ് സലീം സൈബർ അറ്റാക്ക് ചോദിച്ച് വാങ്ങിയതാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്തായാലും നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടിയപ്പോൾ റിയാസ് സലീമിന് കാര്യം മനസ്സിലായി, താൻ ഷെയർ ചെയ്തത് ഫേക്ക് ന്യൂസ് ആണെന്നുള്ളത്. പക്ഷെ റിയാസ് സലീമിന്റെ സ്വഭാവം വെച്ചിട്ട് ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്വഭാവം റിയാസിന് ഇല്ലല്ലോ. എന്തെങ്കിലും തെറ്റ് തന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നവരെ റിയാസിന് ഒട്ടും ഇഷ്ടമല്ല. അത് നമ്മൾ റിയാസ് സലീം ബിഗ് ബോസിൽ കയറിയ സമയത്ത് കണ്ടതാണ്. റിയാസ് എന്തെങ്കിലും ചെയ്തിട്ട് ആരെങ്കിലും റിയാസിനെ തിരുത്താൻ ശ്രമിച്ച് അപ്പം തുടങ്ങും ഗോ വേ സ്റ്റേ വേ എന്നും പറഞ്ഞുകൊണ്ട്. ഇനി ആരെങ്കിലും റിയാസ് സലീമിനെ തിരുത്താൻ വന്നാലോ അവരെ മേലെ കുതിര കയറാനാണ് പലപ്പോഴും റിയാസ് സലീം ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇവിടെയും അത് തന്നെയാണല്ലോ സംഭവിച്ചത്. തന്റെ തെറ്റ് ചൂണ്ടിക്കാണിച്ച് സംസാരിച്ചവരിൽ ഏറ്റവും റീച്ച് കിട്ടിയ ഒരുത്തനെ കയറി അങ്ങ് ചൊറിഞ്ഞ് അവനെ മേലെ അങ്ങ് കുതിര കയറി. ലാസ്റ്റ് ഇപ്പൊ എന്തായി, റിയാസിന് തന്നെ അത് പണിയായി. റിയാസിനെതിരെ പല കേസും വന്നു. എന്തിനാവശ്യമുണ്ട് റിയാസ്, ഇത് നീയായിട്ട് വിളിച്ചു വരുത്തിയ പണിയാണ്. ഇതിവനെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണെന്ന് തോന്നുന്നു. ഇതിപ്പോ റിയാസ് സലീം ആദ്യത്തെ തവണയൊന്നുമല്ല ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടി ഏറി കയറുന്നത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കാലം തൊട്ട് ഇടയ്ക്കിടെ ഏറി കയറുന്നത് റിയാസ് സലീമിന് ഒരു പതിവായി മാറിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ഇവൻ എന്തൊക്കെ കാണിച്ചാലും ഇവനെ കൈയടിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്, അതുകൊണ്ടായിരിക്കണം ഇവൻ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ ഇവന്റെ സ്വഭാവത്തിൽ ഇത് അലിഞ്ഞു ചേർന്നതായിരിക്കും. എന്തായാലും റിയാസ് സലീമിനോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും കുറച്ച് തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കും. അതല്ലാതെ ആരെങ്കിലും റിയാസ് സലീമിനെതിരെ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുതിര കയറാൻ നിൽക്കരുത്. തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ മിണ്ടാതിരിക്കാൻ നോക്കാം. ഇതിങ്ങനെ തെറ്റ് ചെയ്ത് അത് ചൂണ്ടിക്കാണിക്കുന്നവരുടെ മേലെ കുതിര കയറാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ വീണ്ടും വീണ്ടും ഏറി കയറത്തേ ഉള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.